ഹായ്. നമ്മുടെ UDFിൻ്റെ ആദ്യത്തെ ബജറ്റിൽ പല നല്ല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് സിനിമ ഒരു വ്യവസായമായി പ്രഖ്യാപിക്കുന്നു അല്ലെങ്കിൽ വ്യവസായമാക്കും എന്ന് പറഞ്ഞത് ഒരു വളരെ നല്ല സന്തോഷമുള്ള ഒരാശയമാണ്. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് നടൻ സലീം കുമാറിൻ്റെ പേരിൽ 1 കോടി രൂപ ചിലവാക്കി സ്മാരകം പണിയും എന്ന് ആ ബജറ്റിൽ പറഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ നടൻ സലീം കുമാറിനെ ഓർക്കാൻ ഒരു സ്മാരകത്തിൻ്റെ ആവശ്യമുണ്ടോ? ഇവിടെ ഒരു കലാകാരനെയും ഓർക്കാൻ സ്മാരകങ്ങളുടെ ആവശ്യമില്ല. അവർ ഇവിടെ ഓൾറെഡി ചെയ്തു വെച്ച നല്ല നല്ല സിനിമകളുണ്ട്, കഥാപാത്രങ്ങളുണ്ട്. നെടുമുടി വേണുചേട്ടൻ, KPSC ലളിത ചേച്ചി, ഇന്നസെൻ്റ് ഏട്ടൻ, ശങ്കരാടി ചേട്ടൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ, മാമുക്കോയക്ക, ഇങ്ങനെ ഇവരെല്ലാം എത്ര 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 മനോഹരമായ കഥാപാത്രങ്ങളും മനോഹരമായ സിനിമകളും ചെയ്തവരാണ്. അതുപോലെ തന്നെയാണ് സലീം കുമാർ അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന കഥാപാത്രങ്ങളെ വെച്ച് അദ്ദേഹത്തെ ജനങ്ങൾ ഒരിക്കലും മറക്കില്ല. എല്ലാ കാലവും നമ്മൾ അയാളെക്കുറിച്ച് ഓർത്തുകൊണ്ടേയിരിക്കും. പക്ഷെ ഒരു സ്മാരകം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു അത് ഒരു അനാവശ്യമാണ് എന്ന് തോന്നുന്നു. അതിലും ഭേദം ഇപ്പം സർക്കാരിന് ഒരുപക്ഷെ സർക്കാരിനോടൊപ്പം നിന്ന ആളാണ്, അല്ലെങ്കിൽ UDFിനോടൊപ്പം നിന്ന ആളാണ് സലീം കുമാർ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെങ്കിൽ സലീം കുമാർ എന്ന മനുഷ്യനെ, അവരുടെ കുടുംബത്തെക്കുറിച്ച് എല്ലാ കാലവും ഓർമ്മിക്കാൻ ആ 1 കോടി രൂപ ചിലവാക്കി 3-4 പേർക്ക് ഒരു വീട് വെച്ച് കൊടുത്താൽ, പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള 5-6-10 കുട്ടികളെ അവരുടെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ആ തുക ചിലവാക്കാം. അതെല്ലാം സലീം കുമാറിൻ്റെ പേരിൽ ചെയ്യുകയാണെങ്കിൽ അത് കുറെ കൂടി ഒരു പ്രയോജനമുള്ളൊരു കാര്യമല്ലേ. ഇവിടെ ഇതിന് മുൻപൊക്കെ ഇങ്ങനെ സ്മാരകം പണ്ട് ആൾക്കാർക്കൊക്കെ പണിതിരുന്നു. എന്നിട്ട് എന്താണ് സ്മാരകത്തിൽ നടക്കുന്നത്? ആൾക്കാരാരെങ്കിലും പോകുന്നുണ്ടോ കാണാനായിട്ട്? അത് വെറുതെ കുറേ അവിടെ ഇങ്ങനെ ആ സ്ഥലവും മെനക്കെടുത്ത് ഇങ്ങനെ നിൽക്കുന്നു എന്നല്ലാതെ എല്ലാവർക്കും ഒരു പ്രാവശ്യം പോയി കാണാം, അത്രയല്ലേ ഉള്ളൂ. വേറെ ഒന്നുമില്ലല്ലോ അവിടെ ചെയ്യാനായിട്ട്. അത് ഇപ്പോൾ ഫിലിം ഫെസ്റ്റിവൽ വരുമ്പോൾ സലീം കുമാറിൻ്റെ ഹോംമേജ്, സലീം കുമാറിൻ്റെ സിനിമകൾ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ 1 കോടി രൂപ എന്ന് പറയുന്നത് ഒരുപാട് പേര് സുരക്ഷിതമായി അന്തിയുറങ്ങാനുള്ളൊരു വീടില്ലാത്തവർ, മക്കൾക്ക് വിദ്യാഭ്യാസം നൽകാൻ പണമില്ലാത്തവർ, ചികിത്സ കിട്ടാതെ ഇപ്പോഴും ആശുപത്രികളിൽ നരകയാതന അനുഭവിക്കുന്നവർ, ഇവർക്കൊക്കെ സലീം കുമാറിൻ്റെ പേരിൽ ഈ 1 കോടി രൂപ സഹായം ചെയ്തുകൂടെ? മുഖ്യമന്ത്രി ഈ വിഷയം ഒന്ന് പുനഃപരിശോധിക്കണം എന്നൊരു റിക്വസ്റ്റ്.